ബേസിലിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബേസിൽ കഥ മുഴുവൻ കേട്ടു. അപ്പൊ ബേസിലിന് കഥയൊക്കെ ഇഷ്ടമായി. എന്നിട്ട് പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ചോദിച്ചു, ഇത് ചേട്ടൻ അങ്ങനെ ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പൊ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ബേസിലിന് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വന്നത് ബേസിലിനെ കൊണ്ട് ചെയ്യിക്കാനുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സൂര്യചേട്ടൻ കുറച്ചു നേരം മിണ്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് സൂര്യചേട്ടൻ പറഞ്ഞത്, ഞാനിത് പലവട്ടം നിന്നോട് പറയണമെന്ന് കരുതിയത്, നിനക്ക് ഇതങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ ഓക്കെ അല്ല പല ഇതിന്, കാരണം ഞാൻ ഒരിക്കലും അഭിനേതാവണമെന്ന് കരുതി വന്നൊരാളല്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഥാപാത്രത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ തോന്നും എനിക്കറിയുന്ന ആളല്ലല്ലോ, ചിലപ്പോൾ ഇത് ഇത്തിരി മാറിയല്ലോ എന്ന് തോന്നും. ഇത് എനിക്ക് അറിയുന്ന ആളാണ്. ഇതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചാലഞ്ചാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയാണ് എനിക്ക് ഉണ്ടായിരുന്നത്.